മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3. 2 ദിവസങ്ങളായി നടന്ന നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് അവസാനിച്ചിരിക്കുകയാണ്. ഈ സെമി ഫൈനലിൽ നിന്ന് ആരൊക്കെ ഫിനാലയിലെത്തും എന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. വേണുചേട്ടാ മഞ്ചരി, ഇന്ന് ഇവിടെ ഒരു വിധി എഴുതും. ആരൊക്കെ ഫിനാലയിലോട്ട് എത്തും എന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മുടെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. വേണുചേട്ടാ, പലരും വളരെ നന്നായി ദാറ്റ് ഈസ് ദ റൗണ്ട് ബിഫോർ, അതിൽ നിന്നും ഭംഗിയായി വിത്ത് മോർ കോൺഫിഡൻസ് വന്നു. പലർക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടായിരുന്നോ ഈ സെമി ഫൈനലിലെ? ഇറ്റ് വാസ് റിയലി ടഫ്. സംഗീതം ജയിക്കട്ടെ, സംഗീതം എല്ലാത്തിൽ നിന്നും സംഗീതത്തിന് തന്നെ ഉണ്ടാവട്ടെ ആ ഒരു വിജയം എന്നുള്ളത് മാത്രമാണ്. അപ്പം സന്തോഷവും സങ്കടവും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടാവും. അപ്പം അതുപോലെ സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ടായി. പിന്നെ ഇതില് കുറച്ചൊരു സങ്കടം നമുക്ക് എലിമിനേഷനിൽ ഉണ്ടാവുന്നു. എന്തുകൊണ്ടും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു മൊമെന്റ്സ് ആണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഇവരെന്നും ഈ ഒരു വേദി ഓർക്കും. അവരുടെ ലൈഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഫ്ലവേഴ്സിന്റെ ഈ മ്യൂസിക്കൽ വൈഫ്. അങ്ങനെ നമ്മൾ നമ്മുടെ എലിമിനേഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടും കൂടി നമ്മുടെ ഈ 8 മ്യൂസിക്കൽ വൈഫ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെമി ഫൈനലിന്റെ എലിമിനേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ 8 മ്യൂസിക്കൽ വൈഫ്സിൽ നിന്ന് ആരൊക്കെ ഫിനാലയിലോട്ട് ലാൻഡ് ചെയ്യും എന്ന് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അങ്ങനെ എൻ്റെ ജോലി തുടങ്ങുവാണ്. ഞാൻ 3 മ്യൂസിക്കൽ വൈഫ്സിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. മേഘന, കിൻഷ, അസ്നി, 3 മ്യൂസിക്കൽ വൈഫ്സ് ഇപ്പതാ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അസ്നി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ച് ഏറ്റവും അവസാനമാണ് സേഫായി ലാൻഡ് ചെയ്തത്. ഇപ്പൊ സെമി ഫൈനലിലെ 2 റൗണ്ടും കഴിഞ്ഞ് ഇവിടെ എലിമിനേഷനിൽ തന്നെ വന്നു നിൽക്കുന്നു. എന്ത് തോന്നുന്നു ഈ കഴിഞ്ഞ 2 പെർഫോമൻസുകൾ? ക്വാർട്ടർ ഫൈനലിലാണോ സെമി ഫൈനലിലെ റൗണ്ടുകളായിരുന്നോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ലാതെ അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് വന്നാലും ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും എത്താൻ പറ്റിയല്ലോ, അതന്നെ വലിയൊരു സന്തോഷം. ഇനിയിപ്പോ ജഡ്ജസിന്റെ തീരുമാനം പോലെ ഇരിക്കും. ഇൻഷ, എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് കൊടുത്ത വാക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ആളാണ്. ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഈ വേദിയിൽ പിടിച്ചു നിൽക്കണമെന്ന്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഇവിടം വരെ പിടിച്ചു നിന്നു അല്ലേ? അതെ. ഫിനാലിലോട്ടും പിടിച്ചു നിൽക്കണം എന്നാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ 8-9 വർഷമായിട്ട് വീട്ടില് അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന ആളാണ്. അപ്പോ ഈ നേരിട്ട് ഞാൻ കേറിയത് ഒരു റിയാലിറ്റി ഷോയിലേക്കാണ്. ഈ റൗണ്ടിൽ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു, വിശ്വസിക്കുന്നു. ക്വാർട്ടർ ഫൈനലിനെ അപേക്ഷിച്ച് സെമി ഫൈനലാണ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയത്. എങ്ങനാ, ഒരുപാട് കലോത്സവ വേദികളൊക്കെ കണ്ടിട്ടുള്ള ആളാണ് അല്ലേ? അതെ. കോളേജിലും സ്കൂളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുമോടിയിൽ തന്നെ ഇവിടെ ഒരു റിയാലിറ്റി ഷോയിലാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കി കാണുന്നു ക്വാർട്ടർ ഫൈനലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ജേണി എങ്ങനെ നോക്കി കാണുന്നു? വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇനി ബാക്കി അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. വേണുചേട്ടാ, യെസ്, അവരെല്ലാവരും അവരുടെ ഒരു റീബർത്ത് ആണ് ഇത് മ്യൂസിക്കൽ വൈഫ്. സോ ദേ വാണ്ട് ടു ഗോ ആസ് മച്ച് ആസ് പോസിബിൾ. അതിന് അവർക്ക് സാധിക്കണം. മഞ്ജരി, ഇതൊരു എലിമിനേഷൻ സോൺ ആണെങ്കിലും എനിക്ക് ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ ശരിക്കും സന്തോഷമാണ്. കാരണം നമ്മളൊരു ഫാമിലിയാണ്. അങ്ങനെ ഒരു ആരെങ്കിലും ഇവിടെ നിന്ന് വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഇത് അവരുടെ കരിയറുടെ എൻഡ് ആണെന്നോ ഇനി ഇതിനു ശേഷം ഒന്നുമില്ല, അങ്ങനെ ഒരു തോന്നലേ ഇല്ല. അവർക്കായാലും ഇല്ല. ഇവർക്ക് കുട്ടികളുണ്ട് നോക്കാൻ, അതുപോലെ വീട്ടിലുള്ള കാര്യങ്ങൾ, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അടുക്കള ഭരണം എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ അവർ മാനേജ് ചെയ്യുന്നു. ഇതിൽ പരം എന്താണ് വലിയൊരു കാര്യം മറ്റൊന്നുമില്ല. നിങ്ങൾ ഓൾറൗണ്ടേഴ്സ് ആണ്, എല്ലാം ഉണ്ട്. ഇങ്ങനെ ചില ആൾക്കാർക്ക് എല്ലാം പറ്റില്ല, എല്ലാം നോക്കാൻ പറ്റണമെന്നില്ല. മ്യൂസിക് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കുടുംബമാണെങ്കിൽ കുടുംബം മാത്രം. പക്ഷെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുന്നു. അതിന് തന്നെ ഒരു വലിയ കയ്യടിയാണ് നിങ്ങൾക്ക് 8 പേർക്കും. മേഘന, കിൻഷ, നസ്നി, ഈ 3 മുഖങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മുഖങ്ങളാണ്. അപ്പൊ നിങ്ങളിൽ ആരൊക്കെ ഇവിടെ നിന്ന്
ഇറങ്ങേണ്ടി വന്നാലും നമുക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ചിരിച്ചു കളിച്ചൊക്കെ ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നൊക്കെ പറയുമെങ്കിലും നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ആര് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കത് കുറച്ച് ദുഃഖമാണ് അല്ലേ? പക്ഷെ നമുക്കിത് ചെയ്തേ പറ്റൂ. മേഘനയ്ക്ക് തന്നെ അറിയാം മേഘനയുടെ ഈ സെമി ഫൈനൽ സ്റ്റേജിലെ 2 പെർഫോമൻസുകൾ എങ്ങനെയുണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ റൗണ്ടുകളിൽ പുറകോട്ട് വന്ന പലരും 2ാം റൗണ്ടിൽ നല്ല വാശിപൂർവ്വം മുൻപിലോട്ട് വന്നിട്ടുണ്ട്. മേഘന ആദ്യ റൗണ്ടും 2ാം റൗണ്ടും നന്നായി തന്നെ പാടിയെന്നാണോ വിശ്വസിക്കുന്നത്, അതോ പുറകോട്ട് പോയി ഞാൻ തിരിച്ച് മുൻപോട്ട് വന്നു എന്നാണോ വിശ്വസിക്കുന്നത്, അതോ 2 പെർഫോമൻസുകളും ബാക്കിയുള്ളവരുടെ പെർഫോമൻസുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പുറകോട്ട് പോയി എന്നാണോ വിശ്വസിക്കുന്നത്? ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കുറേ. വെരി ഗുഡ്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ട് സെമിയിലെത്തിയപ്പോൾ. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഈ സെമി ഫൈനലിൽ എന്ത് സംഭവിച്ചു എന്നാണ്. ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും അറിയാത്തോരാരാധനയുടെ ആരോഹണ സ്വരം പാടി സ്നേഹമയൂരമേ നിൻ പദതാളം ഞാൻ തേടുകയായിരുന്നു, ഇത്ര നാൾ തേടുകയായിരുന്നു. മേഘന ബാക്കി എല്ലാവരുടെയും പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മത്സരത്തിന്റെ സമയത്ത് മാത്രം പാടുകയാണോ ചെയ്യുന്നത്, അതോ ബാക്കിയുള്ളവരുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്താറുണ്ടോ? വിലയിരുത്താറുണ്ടോ ചോദിച്ചാല് എനിക്ക് അറിയുന്ന അറിവ് വെച്ചിട്ട് വിലയിരുത്തും. വിലയിരുത്തും. മേഘന, മേഘനയ്ക്ക് തന്നെ അറിയാം ബാക്കി എല്ലാവരും നല്ല ഗായകരാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് സെമി ഫൈനലിൽ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ് മേഘന. ദാ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ ആദ്യ ഫൈനലിസ്റ്റ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി. വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ കണ്ണേട്ടൻ പറഞ്ഞിനായിരുന്നു ഫിനാലയിൽ ഞാൻ എത്തിയാല് ഏട്ടൻ എന്തായാലും വരുന്ന്. വരണമല്ലോ. വരുന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് സാധിക്കുമല്ലോ. സാധിച്ചു. മേഘനയുടെ വാക്ക് പാലിച്ചു, ഫിനാലയിൽ എത്തിയിട്ടുണ്ട്. ഇനി കണ്ണേട്ടാ ഇവിടെ എത്തണം, വന്നേ പറ്റൂ. അതെ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇന്ന് പോയി റെസ്റ്റ് എടുത്തോളൂ, സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങിക്കോളൂ. ഒരാഴ്ച സമയമുണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കിൻഷ ഇപ്പോൾ സെമി ഫൈനൽ വരെ എത്തി നിൽക്കുവാണ്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ പാട്ടുകൾ കേൾക്കുകയും അവരെ വിലയിരുത്തുകയും ചെയ്യാറുണ്ടോ? ഷൂട്ട് നടക്കുന്ന സമയത്ത് പറ്റാറില്ല. പക്ഷെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ എല്ലാവരുടെയും പാട്ടിരുന്ന് കാണാറുണ്ട്, വിലയിരുത്താറുണ്ട്. വിലയിരുത്തി കഴിഞ്ഞ് നമ്മളിൽ വരേണ്ട മാറ്റങ്ങളെല്ലാം മാറ്റിയിട്ട് തന്നെയാണോ ഈ വേദിയിലേക്ക് വരാറുള്ളത്? അല്ല, ഞാൻ കണ്ടസ്റ്റൻസിനെ നോക്കിയിട്ടല്ല, ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ എന്റെ പ്രശ്നം കൂടുതൽ പറഞ്ഞത് ഇതാണ്, ശ്രുതിയുടെ കാര്യത്തിലാണ്. അപ്പൊ വേറൊരാൾക്ക് ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ കുറവുകളാണ് ഞാൻ നികത്താൻ ശ്രമിക്കുന്നത്. റസ്നി, കിൻഷ പറഞ്ഞു കേട്ടല്ലോ, ബാക്കിയുള്ളവരെ വിലയിരുത്താറുണ്ട്,
പക്ഷെ ആ വിലയിരുത്തൽ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാറില്ല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട്, അതാണ് മാക്സിമം ചെയ്യാറുള്ളത്. നസ്നി ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഇവിടെ കൊടുക്കാറുണ്ടോ? എനിക്ക് പറ്റുന്നത് പോലെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ സംഗീതമൊന്നും എനിക്ക് അറിയത്തില്ല, എന്നിട്ടും കൂടി ഞാൻ സെമി ക്ലാസിക്കൽ എനിക്ക് പറ്റുന്ന ലെവലിൽ ഞാൻ പാടി ഒപ്പിച്ച്. എനിക്ക് തോന്നുന്നു സെമി ക്ലാസിക്കലൊക്കെ ഈ വേദിയിലാണ് ആദ്യമായിട്ട് പാടുന്നത് തന്നെ, ഇത്ര വലിയൊരു ഫ്ലോറിൽ ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അതെനിക്ക് പാടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. കുറേ കഷ്ടപ്പെട്ടു പഠിച്ചുണ്ടാക്കാൻ, എന്നാലും ഒരു ദിവസത്തെ സമയം കൊണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഒപ്പിച്ച്. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാംഗുലിയ തമ്പുരുമീട്ടും സുരസുന്ദരിയ യാമിനി പോലും പാടുകയായി മധുഗാനം മായാരു ചെറുകളിലളി ജനങ്ങളിലകലെ എന്നാലും പരന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നളി ഞാറിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയരികിൽ തുണയരികിൽ സിന്ദൂരക്കുരുവി. ജഡ്ജസ്, നസ്നി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നസ്നിയുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നും നസ്നി പുറത്ത് വന്ന് പല പുതിയ ടൈപ്പ് പാട്ടുകളൊക്കെ കൊണ്ടുവന്ന്, പിന്നെ എനിക്ക് ഇത്രേ പറ്റും എന്നുള്ളതല്ല, നസ്നിക്ക് ഇതിനേക്കാളും പറ്റും, തീർച്ചയായും. ഉറപ്പായിട്ടും പറ്റും. ഇതിപ്പോ ആദ്യത്തെ ഒരു ട്രയലായിരുന്നില്ലേ? അതെ അതെ, ആ ട്രയൽ നല്ല ട്രയലായിരുന്നു. താങ്ക് യു അപ്പൊ ഇനി ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സമയം കിട്ടിയാൽ നസ്നിക്ക് അതും പാടാൻ പറ്റും. അതെ. അപ്പം നസ്നിയുടെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആറ്റിറ്റ്യൂഡുമാണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആളുടെ ഒരു ചിരിയും കളിയൊക്കെ ഉണ്ടെങ്കിലും അതിനോടൊരു സിൻസിയറിറ്റി ഉണ്ട്. ഞാനൊരു പാട്ട് എടുത്തു, അന്ന് വേണുചേട്ടൻ പറഞ്ഞിരുന്നു കുറച്ചൊന്ന് ഒരു ഇത് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ അത് നോക്കി കുറച്ച് ടഫായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് എടുത്ത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ കാലയളവിനകത്ത് അത് കൊണ്ടുവരാൻ തരക്കേടില്ലാത്ത രീതിയിൽ നസ്നിക്ക് പറ്റുന്ന രീതിയിൽ നസ്നി ചെയ്തിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യം. നസ്മി, പ്രാക്ടീസ് അല്ലെങ്കിൽ സാധന ആ, എന്താ അറിയാമോ, നമ്മുടെ തൊണ്ടയിൽ വരാത്ത സംഗതികൾ വരുത്തുന്നതാണ് പ്രാക്ടീസ്. അതെ. സോ യു ഹാവ് ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഇനിയാണ് നസ്നി വളരുന്നത്. താങ്ക് യു സർ. വേണുചേട്ട, മഞ്ജരി, കിൻഷ, നസ്നി എന്നീ 2 മ്യൂസിക്കൽ വൈബ്സിൽ നിന്ന് ഒരാൾ ഫിനാലയിലോട്ടും ഒരാൾ ഈ ഷോയിൽ നിന്നും താൽക്കാലികമായിട്ട് വിട പറയുന്നതാണ്. കിൻഷ, നസ്നി, ഓൾറെഡി നിങ്ങളുടെ 2 പേരുടെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ വിധി എഴുതി കഴിഞ്ഞതാണ്. എനിക്കിത് എല്ലാവരും അറിയിക്കുക എന്ന ഒരു ചെറിയ ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നോട് വിഷമം തോന്നരുത്. കിൻഷ, ഐ എം സോറി. നസ്നി, സോറി. ഐ എം സോറി. യെസ്. യു ആർ ഔട്ട്. യു ആർ ഔട്ട്. ഓക്കെ. നസ്നി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. താൽക്കാലികമായിട്ട് നമ്മൾ ഈ ഷോയിൽ നിന്ന് വിട പറയുകയാണ്. ബാക്കി മത്സരാർത്ഥികളുടെ പോലെയല്ല, നസ്നി മ്യൂസിക് വരെ പഠിക്കാതെ സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് കളിയാക്കലുകളും അല്ലെങ്കിൽ ജീവിതത്തിലെ പല പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ താണ്ടിയാണ് നസ്നി ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് നസ്നിയുടെ വലിയൊരു വലിയ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മഞ്ജരി, നസ്നിയാണ് ഈ സെമി ഫൈനലിൽ നിന്ന് നമ്മളോട് ആദ്യം വിട പറയുന്ന നമ്മുടെ മ്യൂസിക്കൽ വൈഫ്. വിട പറയുന്നുണ്ടെങ്കിലും
നസ്നി ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. Thank you, നസ്നി വേദിയിലേക്ക് വരുമ്പോഴേ എല്ലാവരുടെ മുഖത്തും ഒരു ചിരിയാണ്. അത് നസ്നിയുടെ ഒരു കഴിവാണ്. നസ്നി എന്ത് പാടിയാലും പാടിയില്ലെങ്കിലും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു സന്തോഷം, ഒരു ചിരി ഉള്ളിൽ വരും. അത് നസ്നിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരവും അനുഗ്രഹവുമാണ്. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഞങ്ങളുടെ പൂത്തിരി ആണ് നസ്നി. ഇങ്ങനെ സ്റ്റേജിൽ വന്ന് കത്തും, നല്ല വെളിച്ചം, പോസിറ്റിവിറ്റി. ദാറ്റ് ഈസ് യു. താങ്ക് യു സർ. താങ്ക് യു സോ എപ്പോഴും മച്ച്. കളയാതിരിക്കുക കേട്ടോ. ഓക്കെ സർ. താങ്ക് യു. നസ്നി, ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞല്ല, എനിക്ക് ഇടയ്ക്ക് നസ്നിയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നാറുണ്ട് എനിക്ക് ജനിക്കാതെ പോയ പെങ്ങളാണല്ലോ ദൈവമേ ഈ നസ്നി എന്ന്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ കൺഗ്രാചുലേഷൻസ്. അപ്പോ സംഗീതം ഇപ്പോ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇനി വേണം, അതെ, നമ്മുടെ കൂടെ തന്നെ വേണം ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ തിരക്കുകളും എന്തൊക്കെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും സംഗീതത്തെ കൂടെ ചേർത്ത് പിടിക്കണം. കാരണം നസ്നി എന്ന പേര് ഈ ലോകത്തിന് അറിയിച്ചത് ഈ സംഗീതമാണ്. അതെ. അപ്പോ ഈ സംഗീതം നസ്നിയുടെ കൂടെ തന്നെ വേണം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ സുൽഫിക, എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്ത ഒരു കപ്പിൾ ഇവർ രണ്ടുപേരായിരുന്നു. നസ്നി ആയിരുന്നു ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വന്നത്. സുൽഫിക വന്ന് ഭയങ്കര ചമ്മലോട് കൂടിയിട്ടാണ് അന്ന് എല്ലാവരോടും സംസാരിച്ചതൊക്കെ. ഇപ്പൊ ആളാകെ മാറി, നസ്നിയുടെ കൂടെ തന്നെ അദ്ദേഹവും മാറി. എന്ത് തോന്നുന്നു ഭാര്യയുടെ ഈ ഒരു യാത്രയെ? സെമി ഫൈനൽ വരെ എത്തി നിൽക്കുവാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ അവൾക്ക് പാടാൻ കഴിഞ്ഞ്. അത് മാത്രല്ല ഒരു ഫ്ലോറിൽ നിന്ന് പാടിയല്ലോ, സെമി ഫൈനൽ വരെ എത്തിയല്ലോ. ഒരുപാട് സന്തോഷം. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. മറ്റേത് ഇന്നലെ മിന്നൊക്കെ രാവിലെ ഏതാ പാട്ട് പാടി? അയ്യോ, അതിന്റെ അമ്മിങ്ങൊന്ന് പാടി. എന്റെ മുടിയൊക്കെ സ്റ്റാർ ആയിരുന്നു. അയ്യോ, പുറത്തു പോയിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഉമ്മ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 2 കുട്ടികളെ ചെറുതിനെ നോക്കൽ എളുപ്പമല്ല. അവളാണെങ്കിൽ ഞാൻ തന്നെ വേണോ, എന്തിനും ഞാൻ വേണം എന്നുള്ള വാശിയും. അപ്പൊ ഇത് പഠിക്കാനുള്ള ടൈമുണ്ട്. ഞങ്ങൾക്ക് സുൽഫിക്കാൻ കുറെ ചീത്തൊക്കെ പറഞ്ഞ് എന്തിനാ കുട്ടികളെ കൂടുന്നു എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് ഇത്ര വലിയൊരു ഇതിലെത്തിയിട്ട് ഈ സെമി ഫൈനലിൽ എത്തിയിട്ട് എന്തിനാ വന്ന് കുട്ടികളെ കൊടുന്ന് കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സോറി ട്ടാ. സുൽഫി വല്ലാണ്ട് മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. അതാണ് ആ ഒരു ചിരിയിലും ആ ഒരു വർത്തമാനത്തിലും അത് ഒതുക്കി. അത് നസ്നി എലിമിനേറ്റ് ആയതുകൊണ്ടൊന്നുള്ള വിഷമല്ല, ഇവിടെ നിന്ന് പോകുന്നതിന്റെ വിഷമം. അതുണ്ട്, അത് മാത്രമേ ഒരുപാട് വിഷമമുണ്ട്. നല്ല ഒരുപാട് ഫ്രണ്ട്സും പിന്നെ നമ്മളെ ക്യാമറ ടീം, ഓർക്കസ്ട്ര, പിന്നെ ആ ചിറി, എല്ലാരും വിട്ടുപോകുമ്പോ അയ്യോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മേഡം. അതെ, മേഡത്തിന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നിട്ട് ഞങ്ങളെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച ഞങ്ങളെ മേഡമാണ്. മേഡത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഐ ലവ് യു മേഡം. പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഒരു കുറവില്ലാതെ ഞങ്ങളെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് എന്തായാലും റൂമായാലും ഫുഡായാലും എല്ലാം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുക്കി തന്നതിനും ഞങ്ങൾക്കിങ്ങനെ ഈ ഒരു ഫ്ലോറിൽ എത്താൻ പറ്റിയതിനും ഫ്ലവേഴ്സ് ചാനലിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ജഡ്ജസിനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ല ഇങ്ങനെ വന്ന് നിന്ന് സാറിന് മാമിനെ കാണാൻ പറ്റുന്നു. അതൊക്കെ സാധിച്ചു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഫാമിലിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ. മാച്ചിങ് ആയിട്ടുണ്ട് ഇപ്പോ രണ്ടാളും. ഒരു അടിപൊളി ജോഡിയാണ്, കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ധൈര്യപൂർവ്വം സ്വാഗതം. ടെൻഷൻ വേണ്ട, മാർക്കിടില്ല. ഇനി നമുക്ക് ഇവിടെ കോറസ് ഒക്കെ പാടാൻ നിൽക്കാം. പിന്നെ നമ്മുടെ എല്ലാ ആഘോഷത്തിലും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ? അപ്പൊ നസ്നിക്ക് എന്തായാലും ഒരു ചെറിയ മൊമെന്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായിട്ട് വേണുചേട്ടനെ സ്വാഗതം ചെയ്യും. സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് മഞ്ജരിയെ വിളിക്കും. വെക്കൊന്നുമില്ലേ, ബുദ്ധിമുട്ടിക്കൊന്നുമില്ലേ? ഒരുമിച്ച് പിടിച്ചോ. പഠിക്കും എല്ലാം, ഹിന്ദുസ്ഥാനി, നടിക്, എനിത്തിങ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
സേഫ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സുമേഷ് ഏട്ടാ, ഹലോ. സുമേഷ് ഏട്ടൻ കിൻഷയോട് പറഞ്ഞൊരു വാക്കാണ് കിൻഷയെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ആദ്യം ഞാൻ കൊടുത്തൊരു വാക്കാണ്. ആ വാക്ക് പാലിച്ചത് ആ സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അതെ അതെ, അത് മതി. പക്ഷെ ഫിനാലയിൽ എത്തിയാലും സന്തോഷമാണ്, എത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ പാട്ടുകളൊക്കെ സമയം കിട്ടുമ്പോൾ നോക്കി വിലയിരുത്താറുണ്ടെങ്കിലും അവരുടെ പാട്ടുകളൊന്നും തൻ്റെ പെർഫോമൻസുകളെ ബാധിച്ചിട്ടില്ല. എനിക്ക് വേണ്ടത് എന്താണോ അത് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ശ്രമം ഈ സെമി ഫൈനലിൽ ഫലം കണ്ടോ എന്നുള്ളതാണ്. കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നല്ലോണം പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ You are safe. കേട്ടോ, കൺഗ്രാറ്റുലേഷൻ കിൻഷ. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് കളയാതെ കൂടെ തന്നെ വേണം. നമ്മളതാ ഫിനാലയിലോട്ട് എത്തിയിരിക്കുകയാണ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 അടുത്ത ഫൈനലിസ്റ്റ് ആണ് കിൻഷ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ 8 മ്യൂസിക്കൽ വൈഫ്സിൽ 3 പേരുടെ റിസൾട്ട് നമ്മൾ അറിഞ്ഞു. ഒരാൾ ഈ ഷോയിൽ നിന്ന് എലിമിനേറ്റ് ആയി. 2 മ്യൂസിക്കൽ വൈഫ്സ് ഫൈനലിസ്റ്റുകളായിട്ടുണ്ട്. ഇനി നമുക്ക് വിധി അറിയേണ്ടത് ബാക്കി 5 പേരുടെയാണ്. സോന, ഭവ്യ, ദീപ, 3 പേരുടെ മുഖത്തും നല്ല രീതിയിലുള്ള ടെൻഷൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ 3 പേരും ഈ സെമി ഫൈനൽ റൗണ്ട്സിൽ കുറച്ച് പ്രശ്നങ്ങളാക്കിയവരാണ്. സോനയുടെ പാട്ടിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭവ്യയുടെ കാര്യത്തിലും ആദ്യ റൗണ്ടിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ കണ്ണിലോട്ട് നോക്കി ഒന്നും ചോദിക്കാനോ പറയാനോ പറ്റുന്നില്ല. ടെൻഷന്റെ അറ്റമാണ് 3 പേരുടെ മുഖത്ത് കാണുന്നത്. സോന, ഏത് പെർഫോമൻസിനായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ 2 ജഡ്ജസും പറഞ്ഞത്? എനിക്ക് സെമി ക്ലാസിക്കല് നന്നായി പാടി വന്നതായിരുന്നു. ലിറിക്സിൽ കുറച്ച് പ്രശ്നം പറ്റി. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ, പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം, പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം, നാദങ്ങളായി നീ വരൂ, മൈൽ സ്റ്റോണില് എൻ ജീവനെ അത് കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അതെ, പക്ഷെ അതൊന്ന് ഇടറി കൂടുതൽ ഇമോഷണൽ ആയി പോയി. അതെ. ഇവിടുത്തെ റിസൾട്ടും കരയിപ്പിക്കുന്നതായിരിക്കോ അറിയില്ല. എന്തായാലും 6 പാട്ടുകൾ പാടാൻ പറ്റി. ഞാൻ എത്രയൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഞാനിങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ നിന്ന് പാടുന്ന ഒരാളായിരുന്നു 9 വർഷം മുന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു പെർഫോമറാണെന്ന് കൂടി എനിക്ക് തെളിയിക്കാൻ പറ്റി. അത് വലിയൊരു സന്തോഷമാണ്. പാട്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. അതെ അതെ. പിന്നെ എനിക്കൊരു വിഷമമാണ്, എൻ്റെ ഫ്ലെക്സൊക്കെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതെ അതെ എങ്ങനെ നടന്നു പോകും എന്നുള്ളൊരു വിഷമം, അത്രേ ഉള്ളൂ. ദീപയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഏത് പെർഫോമൻസ് ആണ് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്? കാർമുകിൽ വർണ്ണന്റെ ആണെന്ന് തോന്നുന്നു. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. മാക്സിമം ഞാൻ എഫേർട്ട് എടുത്ത് തന്നെ പാടി, എന്നാലും ഒരു ചെറിയ വിറവല് വന്നു. ചെറിയ പ്രശ്നങ്ങൾ വന്നു. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചീരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉൽകി ഉണർത്താൻ മറന്നു കണ്ണൻ. നേർമൊഴി
നിങ്ങൾ 3 പേരും ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ 3 പേര് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. സോന, ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. സോനയുടെ ലൈവായിട്ട് പെർഫോമൻസ് ഈ വേദിയിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സോനയെ ഫൈനലിസ്റ്റ് ആയിട്ട് കാണണം അല്ലേ? ആഗ്രഹമുണ്ട്. അത് കൂടാതെ ചേട്ടനെ ഈ ഫ്ലോറിൽ എത്തിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൂടാതെ എൻ്റെ കൂടെ തന്നെ പെർഫോം ചെയ്തു. അതെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ സോന, ഇവിടുത്തെ റിസൾട്ട് എന്താണെങ്കിലും അത് പോസിറ്റീവായിട്ട് മാത്രം കാണുക. യു ആർ safe. Congratulations. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സോന ഒരു വേദിയിൽ കയറുന്നത് തന്നെ, അതും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലൂടെ. ഒരുപാട് ആഗ്രഹങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ആളാണ്. ആഗ്രഹങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ ഒരു പ്രായത്തിലാണ് പലതും നടന്ന് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകുമെന്നറിയാം. എങ്കിലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഫൈനലിസ്റ്റ് ആണ്. എന്താണ് പറയാനുള്ളത്? സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഫൈനലിസ്റ്റ് ആവണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല വേദിയിൽ. കാരണം ഏട്ടത്തിയമ്മയുടെ കൂടെ, ഏട്ടത്തിയമ്മ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ അവളെ വിട്ട് നിൽക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. പക്ഷെ അമ്മ പറഞ്ഞു, നീ ഫൈനലിസ്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ എല്ലാം വിട്ടിട്ട് അവളെ എങ്ങനെയെങ്കിലും നല്ല സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടിയെത്തും എന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സോന, അമ്മയുടെ മകള് ഇവിടെ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഓടി വന്നേക്കണം അടുത്ത ആഴ്ച അല്ലേ? ശരി, എന്തായാലും ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും പോലും പറയാതെ സർപ്രൈസ് ആയിട്ടാണ് ന്യൂ ഇയറിന് ഇവിടെ എത്തിയത്. സോന ഫൈനലിസ്റ്റ് ആയിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചു എന്നെ നാണം കെടുത്തായിരിക്കുന്നു. എനിക്ക് അവളുടെ പാട്ടിൽ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ കാരണം കുറച്ചു കാലം അവൾക്ക് പാടാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഫ്ലോറിൽ കയറാത്ത ഒരാളാണ്. എന്റെ ജോബേ അല്ല ഇത്. ആക്ച്വലി ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ചെയ്യും. ഇനി അങ്ങോട്ടും ഉണ്ടാവും അത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭവ്യ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കാരണം ഭവ്യ എന്ന ഗായിക ആദ്യ റൗണ്ടുകൾ തൊട്ട് തന്നെ കഴിവ് തെളിയിച്ച ആളാണ്. ഒരുപാട് പ്രതീക്ഷ പ്രേക്ഷകർക്കും ജഡ്ജസിനും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ സെമി ഫൈനലിൽ ആദ്യത്തെ റൗണ്ടിൽ എവിടെയോ ഒന്ന് കാലിടറി. കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടാണ് ഭവ്യയോട് ഇറങ്ങിയത്. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ അതൊക്കെ മാറ്റി പറയിപ്പിച്ചതാണ്. എല്ലാവരും ചെറിയ ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു പെർഫോമൻസ് ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ കയറും. അങ്ങനെയാണ് ഇവിടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെറിയ മാർക്കിന്റെ കുറവ് നമ്മുടെ ഈ വിധിയെ നിയന്ത്രിക്കുമോ? നമുക്ക് അനീതിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിക്കാം. നവ്യ ചേച്ചി, എന്താണ് ശരിക്കും സംഭവിച്ചത് ആദ്യത്തെ റൗണ്ടിൽ സെമി ഫൈനലിൽ? എന്താന്നറിയില്ല, ആ ഒരു വരി ഇന്നലെ പാടിയപ്പോഴും ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് ഇന്നലെ രാത്രി എനിക്ക് പാടി തന്നപ്പോൾ അതിൻ്റെ മുന്നേ ഒക്കെ പോകുന്നുണ്ടായിരുന്നു, ആ ഒരു ചെറിയ ഭാഗം മാത്രം. പക്ഷെ രാത്രി നല്ലോണം പാടി തന്നിട്ടാണ് ഇന്നലെ ദീപേച്ചിൻ്റെ റൂമിലേക്കായിരുന്നു കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ മുന്നേ നല്ല രീതിക്ക് പാടി തന്ന് ഇനി എന്തായാലും പ്രാക്ടീസ് ചെയ്ത് ടെൻഷൻ അടിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോഴും ഈ ഒരു ഇതിൻ്റെ തെറ്റുമെന്നൊരു പേടിയുണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല എന്താ പറ്റിയെന്നറിയില്ല. അത് കഴിയുന്നു പോയി. സ്മൃതി നീലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പോ അറിയാത്തതിൻ്റെ നിറുകയണിയും കുളിർമതിക്കും ദീപയുടെ ഈ 2 പെർഫോമൻസുകളെ വിലയിരുത്തുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കണം എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ബാക്കിയുള്ളവരുടെ പെർഫോമൻസുകൾ വെച്ച് നോക്കുമ്പോൾ എലിമിനേറ്റ് ആകണം എന്നാണ് തോന്നുന്നത്?
ഫൈനൽ വരെ എത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു ആ സമയത്ത്. നമുക്കെല്ലാവർക്കും അതിന്റെ ഒരു അറിയാം വിഷമമുണ്ട്. തിരക്കുകളിൽ നിന്നും അതേപോലെ തന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഗ്രൂമിങ്ങിനൊന്നും അധികം സമയം കിട്ടാതൊക്കെയാണ് ദീപ ഇവിടെ പെർഫോം ചെയ്തത്. പക്ഷേ കോമ്പറ്റീഷൻ ഈസ് അല്ലേ? ദീപ, ഒരുപാട് പ്രതീക്ഷ ഫസ്റ്റ് പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് അത് കീപ്പപ്പ് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. എന്നാലും ഹവ്യ, നമ്മുടെ സുശീലാമ്മ ഇവിടുത്തെ മ്യൂസിക്കൽ വൈബ്സ് ഏത് പാട്ട് പാടിയാലും അതിൽ സുശീലാമ്മയുടെ ഒരു സോൾ ഇങ്ങനെ കൊണ്ടുവരും. ഏറ്റക്കുറച്ചിലുകളുണ്ട്. രണ്ടുപേരും ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കുറെ വർഷത്തിന് ശേഷം ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നു അല്ലേ? അപ്പം അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മാക്സിമം എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും പറ്റും ദീപയ്ക്കായാലും ഭവ്യയ്ക്കായാലും. ഇതിപ്പോൾ ഈ ഒരു ചെറിയ ഒരു സമയത്തിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പാടുന്നു. പക്ഷെ കുറച്ചുകൂടി സമയം എടുക്കുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഇതായിരിക്കരുത് മനസ്സിൽ, ഇതാണ് എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മാക്സിമം ഇനിയും ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. റിസൾട്ട് എന്തായാലും നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്. ദീപ, ഐ എം സോറി, യു ആർ ഔട്ട്. മിടുക്കിയായിട്ടുള്ള സിംഗറാണ് ദീപ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ കഴിഞ്ഞ റൗണ്ടുകളിൽ നിന്ന് തന്നെ ദീപയെ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ദീപ എന്ന സിംഗറെ ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരുപാട് അവസരങ്ങൾ, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഇനിയും തരണം ചെയ്യേണ്ടി വന്നാൽ തരണം ചെയ്യും ദീപ. എനിക്ക് തോന്നുന്നു ദീപയുടെ ഹസ്ബൻഡിനെ കൂടി നമുക്ക് ഈ വേദിയിലോട്ട് വിളിക്കാം. തീർച്ചയായും. ദീപ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ദീപ വഴി അല്ലെങ്കിൽ ദീപയുടെ സംഗീതം വഴി ഇങ്ങനൊരു വേദി കിട്ടിയിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ഞാനൊരു കലാകാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു ഗായികയാണെന്ന് ഉറച്ച ശബ്ദത്തോടുകൂടി ദീപയ്ക്ക് ഇനി വിളിച്ചു പറയാൻ പറ്റും. ദീപയുടെ ഈ ഒരു വളർച്ചയ്ക്ക് എന്നും കൂട്ടു നിന്നിട്ടുള്ള ആളാണ്. എന്താണ് ഈ ഒരു നിമിഷം ഞങ്ങളോട് പറയാനുള്ളത്? വാക്കുകളില്ല ഒന്നും പറയാൻ. വിഷമമുണ്ട്. ഫൈനലിൽ ഒരു എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് ശാരീരികമായ പ്രശ്നം കൊണ്ടും ഹോസ്പിറ്റലിലൊക്കെ പ്രാക്ടീസും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മര്യാദ. സാരമില്ല, ഇവിടം വരെ എത്തിയില്ലേ, മതി. എനിക്കിഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും വിഷമിപ്പിക്കേണ്ടി വന്നു. എൻ്റെ നാട്ടുകാർക്കും പിന്നെ എൻ്റെ ബന്ധുക്കൾക്കും പ്രത്യേകം നന്ദി പറയാണ്. ഇനിയുള്ളൊരു സപ്പോർട്ടും ഇനിയും കൂടെ വേണം. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അവർക്ക് ഇത്രേ പറ്റിയുള്ളൂ. ഒന്നും സങ്കടപ്പെടാനില്ല. യു ആർ ഗ്രേറ്റ്, വെരി ഗുഡ് സിംഗർ. പിന്നെ ഈ കമ്പാരിസൺ അത് ഇല്ലാണ്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. എനിക്ക് ദീപയുടെ ഒരു റെക്കോർഡഡ് വോയിസ് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നോക്കട്ടെ, പറ്റും കേട്ടോ? ദീപ കരഞ്ഞു. ശരിക്കും ഞങ്ങളെ എല്ലാവരും ഇമോഷണലാക്കി. എൻ്റെ ശ്യാമമേഘമേ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. പിന്നെ ദീപയ്ക്ക് എന്നെ അറിയാം. ഈ കഴിഞ്ഞ റൗണ്ടിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദീപ എന്ന ആർട്ടിസ്റ്റ് ആസ് എ മ്യൂസിഷ്യൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എന്നാലും നല്ലൊരു ജീവിതത്തിലേക്ക്, നല്ലൊരു സംഗീത ജീവിതത്തിലേക്കാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ദീപയെ കൈപിടിച്ച് കൊണ്ടുപോകണം. എനിക്ക് ദീപനെ ഒരുപാട് ഇഷ്ടമാണ്. ദീപയ്ക്ക് ഒരു ചെറിയ മൊമെന്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായിട്ട് വേണുചേട്ടനെയും മഞ്ജരിയും വേദിയിലേക്ക് സ്വാഗതിച്ചു.
ഭവ്യയുടെ റിസൾട്ട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഭവ്യ, ആദ്യത്തെ റൗണ്ടിൽ ഒരുപാട് പുറകോട്ട് പോയെങ്കിലും രണ്ടാം റൗണ്ടിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരവ് നടത്തി. പക്ഷേ ആ തിരിച്ചുവരവ് ഭവ്യ, യു ആർ പറഞ്ഞോളൂ. സേഫ്. കൺഗ്രാറ്റുലേഷൻ. ഭവ്യ, രണ്ടാമത്തെ റൗണ്ടിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. കാരണം ബാക്കിയുള്ളവരുടെ മാർക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ഒരുപാട് പുറകോട്ട് പോയ ആളാണ് ഭവ്യ. രണ്ടാമത്തെ റൗണ്ടിലോട്ട് എത്തിയപ്പോഴേക്കും ഭവ്യ ആ പോയ പോക്കിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് മുൻപിലോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഭവ്യ കുറച്ച് ഇമോഷണലി കുറച്ച് വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഭവ്യക്ക് താങ്ങായിട്ട് ഒരാളെ നമുക്ക് ഈ വേദിയിലോട്ട് ക്ഷണിക്കാം. ഭവ്യയുടെ സിസ്റ്റർ നവ്യ, പ്ലീസ്. നവ്യ, ദാ ചേച്ചി ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് ടെൻഷൻ അടിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുത്തിയെങ്കിലും രണ്ടാമത്തെ റൗണ്ടിൽ നവ്യക്ക് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? നല്ല ആളെ തന്നെയാണ് വിളിച്ചത് ഇങ്ങോട്ടേക്ക്. ഓൾ ഇമോഷണലി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുക്കാൻ വിളിച്ചതാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് സന്തോഷമുണ്ട്. ആ പാട്ട് അവിടെ പോയപ്പോൾ ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ടതിൽ പിന്നെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ആരൊക്കെയാണ് വിളിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തൊക്കെ നേർച്ച വരെ നേർന്നിരിക്കുന്നത് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. എന്തായാലും ഫൈനലിൽ 3 പാട്ട് പാടാൻ എന്തായാലും പറ്റുമല്ലോ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഭവ്യ ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഇവർക്ക് കൊടുത്ത കോമ്പറ്റീഷൻ നിസ്സാരമല്ല. കാരണം മുൻപിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച പലരും പിന്തള്ളി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഭവ്യ മുൻപിലോട്ട് എത്തിയത് ഒറ്റ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഇനി നമുക്ക് 3 റൗണ്ടുകളാണ് ഫിനാലയിലുള്ളത്. അപ്പോ ഈ സെമി ഫൈനലിൽ നടത്തിയ ആ ഒറ്റ പെർഫോമൻസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഫിനാലയിൽ 3 റൗണ്ടുകളിലും ഞങ്ങൾക്ക് കാണണം. എനിക്കെല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഇതിലുള്ളത്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോയി എന്നുള്ള സങ്കടം, പിന്നെ ഈ റൗണ്ടിലുള്ള ഒരു പാട്ട് വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം, പിന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് റിസൾട്ട് എന്താവുന്നുള്ള ഒരു ഐഡിയ ഇല്ലേനു. ആരൊക്കെയോ അനുഗ്രഹം ഉണ്ട്, ഒരുപാട് ആൾക്കാരെ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഫൈനലിലേക്ക് എത്താൻ പറ്റി. സമാധാനത്തിൽ ടെൻഷനൊന്നും ഇല്ലാതെ കിടന്നു തുടങ്ങിക്കോളൂ. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫിനാലെ. നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 അടുത്ത ഫൈനലിസ്റ്റ് ആയിട്ട് ഭവ്യ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 4 ഫൈനലിസ്റ്റുകളാണുള്ളത്. ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് 2 പേർ, ആതിര ആൻഡ് അമൃത. പ്ലീസ് വെൽക്കം. 2 പേരുടെയും കാര്യം പറയേണ്ട കാര്യമില്ല. 2 പേരും മികച്ച ഗായകരാണ്. എന്താണ് ഈ ഒരു യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. ഇങ്ങനൊരു ഫ്ലോർ കിട്ടിയതിന് വലിയ കാര്യം. പിന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ്, പുള്ളിയാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. വേണുചേട്ടൻ, മഞ്ചരി, എന്താണ് ഈ 2 മ്യൂസിക്കൽ വോയിസിനെ കുറിച്ച് പറയാനുള്ളത്? മഞ്ചരി പറഞ്ഞോളൂ. അമൃതയ്ക്ക് ഒരു നല്ല വോയിസ് ഉണ്ട്. അമൃതയുടെ വോയിസിൽ പാടുക, മറ്റൊരു സിംഗറുടെ വോയിസ് എടുക്കാതെ ആ വോയിസ് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കൊണ്ടുവരിക. പിന്നെ ആതിരയുടെ കാര്യങ്ങൾ പാട്ട് നല്ല ടക്കാന്ന് പാടുന്നുണ്ട്. കുറച്ചൊരു നയം വരാം. ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും ചെയ്യാം. ഇത് നിങ്ങളുടെ മാക്സിമം അല്ല. പിന്നെ ഇതിൽ ആര് പോയാലും വിഷമം തന്നെ. ഇവിടെ നിന്ന് ഇപ്പോൾ ഓരോരുത്തർ കരയുന്നു. എനിക്കാണെങ്കിൽ ഒരാൾ കരയുന്ന കണ്ടാൽ എനിക്ക് അപ്പം വിഷമമാണ്. ദയവേത് കരയരുത്. കാരണം നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സ്ഥലമാണിത്. ധൈര്യമായിരിക്കുക. വേണുചേട്ടാ. അതെ, ആതിര ആൻഡ് അമൃത, 2 wonderful singers.
താങ്ക് യു സർ. ഇതുവരെ എത്തിയില്ലേ? രണ്ടുപേരും വെരി ഗുഡ്. നിങ്ങളിൽ ഒരാൾ സേഫ് ആകും, ഒരാൾ എലിമിനേറ്റ് ആകും. അത് അമൃതയാകാം, അല്ലെങ്കിൽ ആതിരയാകാം. ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവേർഡ് ബൈ ഈസ്റ്റേണിൽ സെമി ഫൈനൽ എലിമിനേഷൻ ആണ് നടക്കുന്നത്. ഈ എലിമിനേഷനിൽ നിന്നും താൽക്കാലികമായിട്ട് പടിയിറങ്ങുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അമൃതയാണ്. ഐ എം സോറി അമൃത, യു ആർ എലിമിനേറ്റഡ്. ബട്ട് പറഞ്ഞല്ലോ, ഇവിടം വരെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യം തന്നെയാണ്. ഇത്രയൊരു ഫ്ലോർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതെ, എന്തിനും കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ഇവിടെ ത്രൂ ഔട്ട് അല്ലേ, എല്ലാ പെർഫോമൻസിനും പാട്ട് സെലക്ട് ചെയ്യുന്നത് തൊട്ട് കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കൂടി ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ്. അമൃതയുടെ ആഗ്രഹത്തിനൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ ഫൈനൽ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സെമിയിലെ പെർഫോമൻസ് കണ്ടപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. സന്തോഷം. ഇതാണ് സന്തോഷം. ഈ എലിമിനേഷനെ ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അധികം പേരില്ല. അതെ, അമൃത യു ആർ സോ ഗ്രേസ്ഫുൾ. താങ്ക് യു സർ. ദാറ്റ് ഈസ് വണ്ടർഫുൾ. ഞാനവിടെ വരാം. സുധീഷേട്ടന്റെ കൂടെ തന്നെ സംഗീതത്തെയും കൂടെ ചേർക്കുക. പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അന്ന് ഏട്ടൻ്റെ കൂടെ പോയതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ഫ്ലോറിൽ വരാൻ പറ്റിയത് കൂടി. അതാണ് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ചെയ്തൊരു തെറ്റ്, ആ ഒരു മുറിവ് ഈ ഒരു ഫ്ലോറിലോടുകൂടി ആ ഒരു മരുന്ന്, സ്നേഹത്തോടുള്ള മരുന്ന് കൊടുത്ത് ഞാനത് മാറ്റി. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. എന്തായാലും ഒരു ചെറിയ മൊമെന്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായിട്ട് മഞ്ജരിയെ കൂടി വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. പാട്ട് എങ്ങനെയാണ് കറക്റ്റ് പഠിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗ്രൂമേഴ്സിലെ സാറുമാരുണ്ട്. അവർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായും അവർ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ തന്നെ എങ്ങനെയാണ് ഒരു പാട്ട് പഠിക്കേണ്ടതെന്ന രീതിയിൽ ഇനി മുതൽ ഞാൻ പഠിച്ചിരിക്കും. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിരിക്കും. ഒത്തിരി നന്ദിയുണ്ട് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും, മാഡത്തിനും, ഏട്ടന്മാർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനി ആതിരയുടെ റിസൾട്ടാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് എന്താ പറയുള്ളൂ? ഞാൻ അധികം സംസാരിക്കുന്നില്ല. സെമിയിലെ ഏറ്റവും മാർക്ക് കൂടുതൽ മേടിച്ച കണ്ടസ്റ്റന്റ് ഈസ് ആതിര. അതിനർത്ഥം ആതിര ഈസ് സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആതിര. ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ആതിര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനാലയിലും അത് തുടരുക. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഇതുവരെ വന്ന ടൈറ്റ് കോമ്പറ്റീഷൻ ഞങ്ങൾ ഫിനാലയിലും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ 5 പേരുടെ വാശിയേറിയ പോരാട്ടം കാണാൻ ഞങ്ങളും പ്രേക്ഷകരും ഈ ജഡ്ജസും എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 സെമി ഫൈനൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 5 ഫൈനലിസ്റ്റുകളാണ് ഫിനാലയിൽ മത്സരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ 4 ആരംഭിക്കുകയാണ്. അപ്പോൾ ചാപ്റ്റർ 4 മത്സരിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും ധൈര്യമായിട്ട് വന്നോളൂ. നിങ്ങൾക്കായി ചാപ്റ്റർ 4 വാതിൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളും ആയിരിക്കാം ഇനി അടുത്ത ചാപ്റ്റർ 4 12 മ്യൂസിക്കൽ വൈവ്സിൽ എന്നോടൊപ്പം എൻ്റെ ഇടവും വലവും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി വാശിയേറിയ പോരാട്ടവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഫിനാലെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ദിസ് ഈസ് ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.